ഹലോ. എടാ. നീയോ? നീ വരുവോ? സ്കൂട്ടറിലാണോ? എന്നാലേ ഞാൻ വരുന്നുള്ളൂ. അമ്മയുടെ കണ്ണുപിടിച്ചൊക്കെ വരണ്ടതാ. ജിൻസി, നീ എങ്ങോട്ടടി? ഞാനൊന്ന് അങ്ങോട്ടേക്ക് ടൗണിലേക്ക് ഇറങ്ങാം. എന്റെ ഇല്ലേ അവൻ ചെലപ്പോ നോക്കട്ടെ എന്നാ പറഞ്ഞേ. നീ മാത്രല്ല നീ കയറിക്കോ. മൂന്നാർക്ക് പോവാനോ? മൂന്നാർക്കൊക്കെ പോകുന്നതൊക്കെ ഇപ്പൊ സാധാരണയാണ്. പോലീസ് പിടിക്കും മൂന്നാള് കയറാൻ വേണ്ടി സ്കൂട്ടറില് ബൈക്കിലൊന്നും കയറാൻ വേണ്ടി മൂന്നാള്. എന്നാ നീ ഒരു കാര്യം ചെയ്യോ, ലാലിനെ വിളിച്ചോ. ലാലി അവിടെ വെറുതെ പണിയും കൂലിയൊക്കെ സമയമാണെങ്കിലോ വിളിച്ചാൽ വരുമോ? എടി അല്ല, പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ആ ഇവന്റ് ഇല്ലേ രഞ്ജിത്ത് അവൻ എപ്പോഴും പറയുന്നതല്ലേ. പിന്നെ പറയാ കുറെ നടന്നതാ. എന്റെ നേരെ ഒരു കണ്ണുള്ള തന്നെയാ. ഇപ്പൊ ഇത്തിരി ക്രഷൊക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞ ഇത്രയും സൗന്ദര്യങ്ങൾ തന്നെ ആരാ നോക്കാണ്ടിരിക്കുന്നത്? എനിക്ക് എന്താ വിചാരിക്കണത്? നിനക്ക് ഒരുപാടുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായി ഏതിനെ എടുക്കണം എന്നല്ലേ? എനിക്ക് അങ്ങനെയാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും സെലക്ട് ചെയ്യാന്നൊരു പിടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒന്ന് വെച്ചാ അവളുടെ വിചാരം ഭൂലോക സുന്ദരിയാന്നുള്ള. ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നീ ഇപ്പൊ എന്താ സംഭവം? നീ ഇപ്പൊ ടൗണിലേക്ക് എന്തിനാ പോണത്? കേട്ടെ, ഞാൻ ടൗണിൽ പോകുന്നത് എനിക്കൊരു പ്രസന്റ് മേടിക്കണം. പിന്നെ അടുത്ത വീട്ടിലൊരു കല്യാണം. നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ അവിടേക്ക് കല്യാണത്തിന് പോവാൻ എന്തെങ്കിലും സാധനം വാങ്ങാൻ തന്നെ ഞാൻ ഇറങ്ങി. ആണോ? ഞാൻ ഒരു ചുരിദാർ വീട്ട് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. സാരി മേടിച്ചു കൊടുത്തു. സാരി മേടിക്കാല്ലേ? അല്ലെ അടുക്കളയിലെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബ്യൂട്ടി ആയിട്ടുള്ള സാധനങ്ങളോ എന്തെങ്കിലും നോക്കാം. നമുക്ക് പുത്തപ്പള്ളിയിലൊക്കെ പോയി നോക്കാം. അതെ, പുത്തപ്പള്ളി ഉണ്ട്. നീ അറിയാം പുത്തമ്പള്ളിയുടെ അവിടെ ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും. അപ്പൊ അവിടെ ഒന്ന് പോയി പറ്റിയ ചെയ്യണം. അവിടെ നിന്ന് കയറി നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ? നീ എത്ര രൂപയ്ക്ക് നീ വാങ്ങണേ? എടി നല്ല ചുരിദാർ 1000 രൂപയുടെ മേലെ പോകുള്ളൂ, താഴെയല്ല. പിന്നെ മേടിച്ചാല് അത്യാവശ്യം നല്ലതൊക്കെ പറയുമ്പോഴേ നമുക്ക് മോശം കൊടുത്താൽ നമുക്കല്ല മോശം പേര്. എടി നിന്നോട് കാര്യം പറയണ്ട. അമ്മയായിട്ട് ഇന്നലെ ഭയങ്കര അടിയായിരുന്നു. എന്റെ അമ്മ എന്താ വെച്ചാ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മള് ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്നു, പിന്നെ ആൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നു. ചിലപ്പോ അവൻ കൂടി 1 മണിക്കൂർ നേരം വിളിക്കും. അതിനിപ്പോ ഈ അമ്മ ഇത്ര കിടന്ന് പറയണ്ട, ആ സമയത്ത് പോയി പഠിക്കാൻ പറയേണ്ട വർത്താനം പറയാം. അതെ, അതെന്താ കാര്യം ഞാൻ പറയട്ടെ. അവരുടെ നമ്മുടെ ഈ പ്രായം അവർക്ക് ഉണ്ടായിരുന്നല്ലോ. ആ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കത് നമ്മുടെ ഇത് കാണുമ്പോ അവർക്കത് പറ്റണില്ല, ഗ്രഹിക്കണില്ല. അതാണ് ഈ സംഭവം. പിന്നെ അവർക്കതൊരു പേടി. അയ്യോ എന്റെ മകള് വഴി തെറ്റി പോവോ, ഈ വഴിക്ക് വേണം പോവുക, ഈ വഴിക്കാണോ പോവുക, നേരാണോ പോവുക, പിന്നേക്കാണോ പോവുക എന്നൊരു പേടി ഉണ്ടാവും. നമ്മളെ നോക്കാൻ നമുക്കറിയത്തില്ലേ? നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ മനുഷ്യരല്ലേ? ആ 18 വയസ്സ് കഴിഞ്ഞിടത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അമ്മമാർക്ക് പ്രശ്നം ഉണ്ടാവും. നിനക്കൊരു തള്ളവൈബ് തന്നെയാ. തള്ളമാരെ പോലെ ഞാൻ പറയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതിലെ കെട്ടില്ല. ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കയറി കുത്തി നിന്റെ പോലെ കുത്തി പിടിക്കാറൊന്നുമില്ല. നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? എനിക്ക് രണ്ടാള്. അച്ഛൻ ദൂരെ വർത്താനം പറയില്ല. അതെ, അമ്മയാണ് ഇങ്ങനത്തെ വർത്താനൊക്കെ പറയാ. നീ എവിടെ പോയി തരുന്ന ഈ നേരം വരെ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ അച്ഛനും അതെ, നീ ഒന്നും മിണ്ടായിരിക്കില്ല, അവള് എല്ലാം അറിയാവുന്ന കുട്ടിയാണ്. നമുക്ക് എന്താ അറിയാത്തത്? ഇന്നത്തെ കാലത്ത് ഒന്നും അറിയാത്തൊന്നുമില്ല. ഫോണിൽ നോക്കി എല്ലാം പരിചയം. അപ്പൊ അതും ഒരു എന്താ പറയാ വലിയൊരു അപകടം തന്നെയാ. ഇത് ഫോണേ അതൊരു അപകടം തന്നെയാണ്. പുറത്തെടുത്തോ കേട്ടോ. അല്ല, പിന്നെ നീ 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ട് നീ പറഞ്ഞ ഫോണില്. 1 മണിക്കൂറൊക്കെ അവൻ അഭിനന്ദ് വിളിച്ചാൽ ഞാൻ 1 മണിക്കൂർ കൂടി പോയാ. അല്ല ഞാൻ 1 മണിക്കൂർ അതിന്റെ. പിന്നെ അവന്റെ അങ്ങ് വെക്കുമ്പോഴത്തേനും മറ്റോ വിളിക്കുക അരവിന്ദ്. അവൻ വിളിക്കും. അവനും എന്റെ ഫ്രണ്ടായി പോയില്ലേടി. ഒരാളെന്റെ ക്രഷ്, മറ്റേ എന്റെ ബെസ്റ്റ് വിളിക്കുമ്പോ അവനുമായിട്ടൊരു 1.5 മണിക്കൂർ സംസാരിക്കും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവുമോ? കുളിക്കാനോ, പല്ലുതയ്ക്കാനോ, ബാത്റൂമിൽ പോവാനോ? ഞാൻ രാവിലെ വെളിയില്ല. രാവിലെ ഒരുത്തരും പിന്നെ അവന്മാർ എഴുന്നേക്കും.
എഴുന്നേക്കാൻ താമസിച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒക്കെ എഴുന്നേക്ക് പഴയ സ്വഭാവം താമസിച്ചു. ഈ ചെറുക്കന്മാര് അവൻ വിളിക്കുന്നത് 11 മണിക്ക്, അത് കഴിഞ്ഞ് 12 മണിക്ക് അവന്റെ വിളി. അന്നേരം ബെസ്റ്റ് വിളിക്കും. ബെസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ 12-12:15 വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 1:30 ഒക്കെ ആകുമ്പോഴത്തേനും അവന്റെ വിളി. പിന്നെ 1:30 കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ കുളിക്കുന്നത്. അത് കഴിഞ്ഞ ഞാൻ കിടന്നുറങ്ങും. പുസ്തകം എടുക്കുന്നില്ല, വായിക്കുന്നില്ല, പരീക്ഷ പാസ്സാകുന്നില്ല. അത് ശരി. കാരണം ഈ സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ കാശ് വാങ്ങുന്നതാണെന്നറിയോ? കാശിന്റെ മുമ്പ് അവർക്ക് പൈസ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോ പോയി പറയുന്നത് കാശ് തരണ്ടേ? നീ തള്ളവൈ ആവണ്ട. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് അമ്മ വിറപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനേ ഉള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തു കൊടുത്തു. നിന്റെ പോലെ എപ്പോ നോക്കിയാലും ഫോൺ നോക്കിയിരുന്നിട്ട് എടാ ഇടാ അടാ കണ്ടോരെ കൂടെ പഠിച്ചത് 10 എണ്ണം ഉണ്ട്. നിന്റെ സൗന്ദര്യം കണ്ട് നിന്റെ പുറകെ നീയേ ആരെ പറഞ്ഞ പോലെ നീ എന്റെ സൗന്ദര്യം നോക്കിയിരുന്നോ? 10 എണ്ണം പറഞ്ഞു. നീ 11ാമത്തെ നിൽക്കുന്നുണ്ട്. 11ാമത്തെ എല്ലാവരും അതൊക്കെ പോട്ടെ. പോവാ, അത് ടൗണിലേക്ക് പോവാ. നീ പിന്നെ അവനെ കാത്തുക്ക്. അവൻ വരാന്ന് പറഞ്ഞില്ലേ, ഞാൻ കാത്തുക്കണ്ടേ. ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന കാര്യം ഞാൻ പോവാ. ഹെൽമെറ്റ് എടുത്തില്ല. എന്റെ ഹെൽമെറ്റ് അവന്റെ കാണുമായിരിക്കും. രണ്ടാമതെടുക്കാം. ഹെൽമെറ്റ് വെക്കണമല്ലോ. അവനാണ് നടക്കാറുണ്ട. അവന് ചെലപ്പോ കൊണ്ടുവരും. ഞാനുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെറുതെ അല്ല. അപ്പൊ നീ കൂടാണ്ട് വേറെ ഉണ്ടാവില്ല സെറ്റപ്പ്. ഹെൽമെറ്റ് 2 എണ്ണം കൊണ്ട് നടക്കണേന്ന് അവൻ. അവനെ തേച്ചിട്ടേ ഞാൻ അവന്റെ കൂട്ടുകാരനെ കയറി പിടിക്കും. നിന്റെ സ്വഭാവം തന്നെയാണ്. നീ നിന്റെ സ്വഭാവം എന്തായാലും കാണിക്കോ? നിന്റെ സ്വഭാവം എനിക്കറിയത്തില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ രാജുവായിട്ടായിരുന്നു ഇവക്ക് എപ്പോഴും ബൈക്കിന്റെ പുറകെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന. രാജു അല്ല, ഷാജി. ആ ഷാജിയോടായിരുന്നു ഇല്ലേ? അതിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവില്ലേ ഇഷ്ടംപോലെ. അവരുടെ നല്ലോണം കാശ് മണ്ണിടിച്ച് പിടിക്കും. പിന്നെ നീ എന്തിനാണ് അവനെ തേച്ചത്? ഞാൻ തേച്ചിട്ടില്ല. ഇപ്പഴും തേച്ചിട്ടില്ല. ഞാൻ തേക്കണമെന്നില്ല. അത് ഞാൻ തേക്കില്ല. അപ്പൊ നീ ഇപ്പൊ പോകുന്ന അവന്റെ കൂടെ അല്ല അവന്റെ പുതിയ കമ്പനി. അത് ഞാൻ രാജീവ് അതുണ്ട്. അത് ആ ക്രഷ് വേറെ ഉണ്ട് എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ 1-2 പേരോട് ഭയങ്കര ക്രഷാണ്. പിന്നെ ഉള്ളതൊന്നും അത്ര ഇതില്ല. പിന്നെ ഉള്ളതൊന്നും അത്ര ഇല്ല. അത് അതൊക്കെ ഉണ്ട്. നീ ഒന്നും നടന്ന അവിടെ എടി ഇപ്പഴല്ലേ മനസ്സ് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടോ. പാരന്റ്സിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് കാരണം വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. നിന്നെ പോലെ ആർക്ക് തീരെ ജീവിക്കാൻ പറ്റില്ല. നീ അമേരിക്കയിലൊക്കെ ജനിക്കേണ്ടതായിരുന്നു. ആരെ പറഞ്ഞ പോലെ വായന സ്വർണ്ണക്കാരണ്ടി അടിങ്ങിച്ച് നിന്നിട്ട് എന്നെ കുറ്റം പറയാ. പിന്നെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ല. അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. നീ എല്ലായ്പ്പോഴും നല്ല പിള്ളേ. നമ്മൾ ഏത് കൂട്ടുകാരായാലും അച്ഛന്റെ അമ്മയുടെ പ്രശ്നം പറഞ്ഞാൽ അപ്പൊ നീ അച്ഛന്മാരന്മാരുടെ കൂടെ കൂടി ഒരു എനിക്ക് അവരുടെ മനസ്സ് എനിക്ക് അറിയാൻ പറ്റും. നിന്റെ പോലെ നിന്റെ വീട്ടിലോട്ട് വന്നപ്പോ ഞാൻ ബഹളം വെച്ച് അതൊക്കെ ഞാൻ അവസരത്തിനൊത്ത് ഞാൻ മാറും. അതാണ് സത്യം. ഓന്നൊന്നല്ല. ഞാനേ എനിക്ക് പറ്റാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അച്ഛനായാലും വേണ്ടി അമ്മയിലും കൊണ്ടായാലും ഞാൻ സംസാരിക്കും. നിനക്ക് പറ്റാത്ത എനിക്ക് പറ്റാത്ത കാര്യം അവർക്ക് പറ്റുന്നതായിരിക്കല. അവർക്ക് പറ്റുന്നത് വേണ്ട. എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ സംസാരിക്കും പറഞ്ഞില്ലേ. എടി നമ്മള് കോളേജിലെ ഫംഗ്ഷൻ എത്ര ലൈക്കും കമന്റും ഉണ്ടടി? ഞാൻ വേറെ നോക്കിക്കാം. എനിക്ക് സമയമൊന്നും കിട്ടില്ലടേ. കൊറേ പണിയുണ്ട്. അത് കൂടി എനിക്ക് സമയം കിട്ടണ്ടേ? കൊണ്ട് സമയമൊന്നും കിട്ടിയില്ല. നിനക്ക് നീ നോക്കിയാ അത് നോക്കുന്നുണ്ട്. നമ്മുടെ ആ പരിപാടിക്ക് നമ്മുടെ ക്ലാസ്സിന്റെ പരിപാടി ഒരു 4000 ലൈക്ക് ഉണ്ട്. അതെ, അതിന്റെ അടുത്ത ഒരു മോണാക്ട് ഒരു സച്ചിന്റെ അവനെന്താ കുട്ടിയാണ്? സച്ചിന് എല്ലാരും കൺഗ്രാറ്റ്സ് ബ്യൂട്ടിഫുൾ നല്ല അവരെടി യൂണിവേഴ്സിറ്റി കളിച്ചതല്ലേ. ഞാൻ അത്യാവശ്യം കണ്ടോ അങ്ങനെ ഞാൻ വിടില്ല. കാരണം എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. എനിക്ക് വിടാൻ പറ്റില്ല. ഇപ്പൊ നിന്റെ സുഖം എനിക്കറിയാം. എനിക്കൊന്നും അല്ലെങ്കിൽ ഒരുത്തനേ ഉള്ളൂ. പിന്നെ ഒരു ബെസ്റ്റ് 16 തേച്ച് കഴിഞ്ഞപ്പോ ഒരുത്തനെ കൂടെ കേട്ടോ. അതല്ല അവൾക്ക് തന്നെ പരിപാടി. ഇന്ന് ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് നാളെ വേറെ അത് പിന്നാലെ പോകും. ഇതൊന്നും ഇവിടെ എങ്ങനെ ക്യൂ നിർത്തിയേക്ക. ഓരോരുത്തർ രാവിലെ 5:30 പിന്നെ ഷാജി, രാവിലെ 6 മണി ജോസ്, രാവിലെ 6:30 രാജീവ്,
അതെ ഇവൾക്ക് ഒന്നാമത്തേല് കുശുമ്പിന്റെ കൂടാരാ. ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കബീർ വന്നിട്ടുണ്ട്. ഹലോ കബീർ. ഹലോ കബീർ. അതെ അല്ല എവിടത്തെ കബീറാ? നിന്റെ ആണോ? നിന്റെ പഴയ ലിസ്റ്റിലത്തെ ആളാണോ? അല്ലേ? അവന് പേരെന്താണോ? ഇത് വേറെ ആളാ. ഞാൻ അതൊക്കെ ഞാൻ എന്തിനൊക്കെ ചോദിച്ചാൽ മനസ്സിലായ എന്റെ അമ്മയോടൊന്നും പറയാലോ. ശരി നമുക്ക് പോവാ. നമുക്ക് അടിനോട് അതെ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ആ സാധനം പോയി വാങ്ങണ്ട. അപ്പൊ ഇനി സമയം കുറെ പോയി. അതെ ഞാൻ എന്തെങ്കിലും എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു. നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും കല്യാണം അല്ലേ അതൊക്കെ വിരിച്ച് കിടന്നോട്ടെ. അതെ അതിനും പറഞ്ഞ പോലെ നല്ല വില വരും അല്ലേ? 1000 രൂപയാണ്, ഞാൻ 2000 രൂപയാണ്. കൂടുതൽ വിലയുടെ ഇട്ടോണ്ടായിരിക്കും നമുക്ക് കൂടുതല് കൂട്ടിട്ടോ. പൈസ തരാന്ന് അച്ഛനോ? പൈസ അച്ഛൻ എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു മേടിച്ചോണ്ടോ കൊടുക്കും. നിങ്ങളൊക്കെ തരപ്പിടിക്കാറില്ലേ, അപ്പൊ നിങ്ങൾക്കല്ലേ അവർക്ക് എന്നാ ഇഷ്ടം അറിയാൻ പറ്റില്ല. മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാനുള്ള പൈസ പിന്നെ തന്നെ എന്തെങ്കിലും ഒരു കൈവാ റിങ്ങോ എന്തെങ്കിലും വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണോ? അതൊക്കെ നല്ലത്. ഒരു ഉപകാരപ്പെടുകയും ഈ വക സാധനം കൊണ്ട് എന്ത് ഉപകാരം? എന്നാലും കുറച്ച് ഡ്രസ്സെങ്കിലും ഇട്ട് നടക്കാലോ. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? നമുക്ക് പോവാന്നാ. ഹലോ. ഹലോ. ബൈ ബൈ. സീ യു.